യാഷ് എന്തായി കാണിക്കുന്നേ? എഴുന്നേൽക്ക്, എഴുന്നേൽക്ക് യാഷ്. നന്ദൻ യാഷിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. യാഷ് നന്ദനെ ഇറങ്ങി പുണർന്നു. നന്ദ, ഇത്രയും പേരുണ്ടായിട്ടും അവൾ ഈ ലോകത്തില്ല എന്ന് വിശ്വസിച്ചിട്ടും നീ മാത്രമല്ല അവൾക്ക് പിന്നാലെ. ഞാൻ പോലും തോറ്റുപോയി നന്ദ. നന്ദന്റെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് യാഷ് നന്ദിയോടെ പറഞ്ഞു. യാഷ് മതി. അനു, അവൾ എൻ്റെ പെങ്ങളുട്ടിയല്ലടാ. അവൾ ഇനി എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. പ്രതീക്ഷ നൽകിയിട്ട് ദൈവം നമ്മളേക്ക് ഒഴിയില്ല യാഷ്. അവന്റെ ചുമലിൽ തട്ടി നന്ദൻ അത് പറയുമ്പോൾ പ്രതീക്ഷയുടെ പുതുതാരങ്ങൾ തങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞതായി അവർക്ക് തോന്നി. അനുവിനെ നഷ്ടപ്പെടുന്നതിന് ശേഷം കിഷോർ ആകെ തളർന്നിരുന്നു. അതിൻ്റെ കൂടെ ഓരോ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി ആയതോടെ അദ്ദേഹം പൂർണ്ണമായും വീടിനുള്ളിൽ തന്നെ കഴിച്ചുകൂട്ടി. ഗായത്രിയുടെയും അവസ്ഥ മോശമായിരുന്നു. നന്ദനായിരുന്നു വർമ്മ ഗ്രൂപ്പ്സിനെ തകർച്ചയിൽ നിന്ന് താങ്ങി നിർത്തിയത്. ലണ്ടനിൽ നിന്നും MBA പൂർത്തിയാക്കിയ അനുവിന്റെ കസിൻസായ ആഷിർ വർമ്മ എന്ന ആഷും ആഷിക വർമ്മ എന്ന ആഷും തിരിച്ചെത്തിയിരുന്നു. അവരുടെ വരവ് ഒരു പരിധിവരെ നന്ദന് വലിയൊരു താങ്ങായിരുന്നു. കോവിലകത്തെ അവസ്ഥയും മറിച്ചില്ലായിരുന്നു. ഈ ആഷിന്റെ തളർച്ച ബിസിനസ്സിനെ ബാധിച്ചു. എന്നാൽ അനി അവിടെ കാര്യങ്ങൾ നന്നായി നോക്കി നടത്തി. മാനസികമായി തറന്നെങ്കിലും മനക്കരുത്തുകൊണ്ട് അവൻ പിടിച്ചു നിന്നു. ദച്ച് വല്ലാത്തൊരു മൂകതയിലായിരുന്നു. അതുമ്പോൾ ജനിച്ചപ്പോഴാണ് ഇരു കുടുംബങ്ങളിലും ചെറുതായൊരു മാറ്റം വന്നത്. ദച്ചുകാരനാണ് ഇങ്ങനെയൊക്കെ വന്നതെന്ന് അവൾ സ്വയമേ വിശ്വസിച്ചു. തനിയെന്നൊരു ഒറ്റപ്പെടൽ അവൾ കൂടി. സാർ, ആ കുട്ടിയൊന്നും കഴിക്കുന്നില്ല. വെളുത്ത ഷർട്ടും വെള്ള പാൻറ്റും ഇട്ട് നീട്ടി വളർത്തിയ മുടി ബൺ ചെയ്ത് ഒരു പുരുഷൻ തൻ്റെ ബോസിനോട് പേടിച്ചുകൊണ്ട് പറഞ്ഞു. കഴിക്കുന്നില്ലേ കഴിപ്പിക്കണം. അവളും മരിക്കാനല്ല ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചുണ്ടിലെരിയുന്ന സിഗരറ്റിൽ നിന്നും ഒരു പഫ് എടുത്ത് അയാൾ വലിച്ചുകൊണ്ട് പറഞ്ഞു. ആ മനുഷ്യൻ ശിരസ് കുനിച്ച് തലയാട്ടിക്കൊണ്ട് തിരികെ നടന്നു പോയി. എങ്ങനെ കഴിപ്പിക്കാനാണ് ഞാൻ അതിനെ? ഒന്നാമത് ശരീരം തളർന്ന് കിടക്കുന്നു. അതിനിടയിൽ കൂടെ അതിനൊന്ന് നിവർന്നിരിക്കാൻ പോലും ആകില്ല. ഈ മനുഷ്യന് കണ്ണ് കാണില്ലേ? ബെഡിൽ കണ്ണുകൾ മാത്രം ചലിപ്പിച്ച് കിടക്കുന്ന അവളെ നോക്കി അയാൾ പിറുപിറുത്തു. അയാൾ അവളെ ഒന്ന് നിവർത്തി ബെഡിൽ ചാരിയിരുത്തി. അപ്പോഴേക്കും അയാൾ അവളുടെ അടുത്തെത്തിയിരുന്നു. ഇങ്ങെടുക്ക്, ഞാൻ കൊടുക്കാം. ആ കോട്ടിട്ട ചെറുപ്പക്കാരൻ അയാളുടെ കയ്യിൽ നിന്നും ഓട്സ് കുറുക്കിയത് കയ്യിലെടുത്തു. സ്പൂണിൽ കോരിയെടുത്ത് അവളുടെ ചുണ്ടിൽ മുട്ടിച്ചു. അവൾ നിശോധാർത്ഥത്തിൽ തലയാട്ടി. അവന് ദേഷ്യം വന്നിരുന്നു. അഹങ്കാരി, വാ തുറക്കടി. ഇല്ല, ഇനി മൂക്കിലോടായിരിക്കും നിനക്ക് ഫുഡ് കിട്ടുന്നത്. അത് വേണോ? അവന്റെ കോപം നിറഞ്ഞ മുഖം കാണുക അറിയാതെ അവൾ വാ തുറന്നു. അത് കണ്ട് അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരിയും വിടർന്നു. കുറച്ചായി അവൻ കൊടുത്തത് അവൾ കഴിച്ചിരുന്നു. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ പുറത്തേക്കൊഴുകി. അവൻ ടിഷ്യൂ കൊണ്ട് അവളുടെ കണ്ണീരിനൊപ്പി. അവളുടെ വായ വെള്ളം കൊണ്ട് തുടച്ചെടുത്തു. അവൻ അവളെ ബെഡിൽ കിടത്തി. മരുന്നിന്റെ ആലസ്യത്തിൽ അവൾ കണ്ണുകൾ അടിച്ച് നിദ്രയെ പുലുകി. അവളെ കുറച്ചു നേരം നോക്കിയതിനു ശേഷം അവൻ പുറത്തേക്കിറങ്ങി. അവൻ പോകുന്ന നോക്കി ആ മനുഷ്യൻ നിന്നു. എനിക്കയാളെ മനസ്സിലാകുന്നില്ലല്ലോ ദൈവമേ. ചില നേരം മറക്കാൻ കൊണ്ടുപോകുന്ന ആട്ടിൻകുട്ടിയെ പോലെ ആ കൊച്ചിനോട് പെരുമാറും. എന്നാൽ ചില നേരം ആ കുഞ്ഞിനെ ഒരു കുട്ടിയെ പോലെ നോക്കും. സത്യത്തിൽ ഇയാൾ ഈ കുട്ടിയുടെ ആരാ? സ്വയം ഓരോ ചോദ്യങ്ങൾ തന്നോട് തന്നെ ചോദിച്ചുകൊണ്ട് അയാൾ അവിടെ തന്നെ നിന്നു. എന്നാൽ വേറൊരിടത്ത് തൻ്റെ പ്രിയപ്പെട്ടവളെ കണ്ടെത്താനുള്ള യാത്ര തുടങ്ങുമായിരുന്ന അവൻ, നീ ഇപ്പോൾ അങ്ങോട്ട് പോകണ്ട. എന്തുകൊണ്ട്? നിന്റെ ഉദ്ദേശം എന്തായാലും അവളോട് നടക്കില്ല. നടക്കാൻ ഞാൻ അനുവദിക്കില്ല. രോഹിത്, നീ നിന്റെ കാര്യം നോക്കും. അവളെ ഇവിടെ എത്തിച്ചത് എന്തിനാണെന്ന് നിനക്കും അറിയാം, എനിക്കും അറിയാം. പിന്നെ ആ അവസ്ഥയിൽ കിടക്കുന്ന അവളോട് എനിക്കൊന്നും ചെയ്യാനില്ല. അവൾ എണീക്കട്ടെ, എന്നിട്ട് ഞാൻ എന്തേലും ചെയ്യൂ. ഉടനെ രോഹിത് അയാളുടെ കഴുത്തിൽ കുത്തി പിടിച്ചു. വീട്ടിലൊന്നിനെ കെട്ടി കുടിയിരുത്തിട്ടില്ല നീ. പോയി അവളോട് തീർക്ക് നിന്റെ ഭ്രാന്ത്. അതും ആവേശം കഴിഞ്ഞപ്പോ നിനക്ക് അവളെ മടുത്തോ? കൊയ്യെടുക്ക്. എന്റെ ഏട്ടൻ കളിക്കാൻ നീ വരണ്ട, കേട്ടോടാ. ഞാൻ ഇതുവരെ കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും എങ്ങനെ കൊണ്ടുപോകണമെന്ന് ഞാൻ തീരുമാനിക്കും. അല്ല, നിനക്കെത്ര പൊള്ളാൻ അവൾ നിന്റെ ആരാടാ? നിനക്കിനി അവളോട് പ്രേമമാണോ? അല്ല, ശുശ്രൂഷിക്കുന്നത് കാണുമ്പോ അങ്ങനെയാണല്ലോ തോന്നുന്നത്. രോഹിത്തിന്റെ കൈ തട്ടി എറിഞ്ഞുകൊണ്ട് അരിശത്തോട് അവൻ പറഞ്ഞു. മോഹിത്, നിന്റെ വാശികാരനുള്ള ജീവിതം നശിപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല. ആണുങ്ങളോടുള്ള പക അവിടെ വീട്ടിലെ സ്ത്രീയോടല്ല കാണിക്കേണ്ടത്. രോഹിത് ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നിന്നു. അവളോ? നിനക്കറിയില്ല അവളെ കുറിച്ച്. പെണ്ണിന്റെ രൂപം ആണുങ്ങളുടെ സ്വഭാവമാണ് അവൾക്ക്. ദാ ഈ നെഞ്ചിൽ അന്ന് അവൾ ചവിട്ടിയ ചവിട്ടിന്റെ വേദന ഉണ്ടല്ലോ, ഇപ്പോഴും പോയിട്ടില്ല. മോഹിത് നെഞ്ചൊഴിഞ്ഞുകൊണ്ട് പറഞ്ഞു. അത് കേൾക്കി രോഹിത്തിന്റെ ചുണ്ടിൽ അറിയാത്തൊരു ചിരി വിരിഞ്ഞു. അന്ന് ഞാൻ കരുതി വെച്ചത് അവൾക്ക്. എന്റെ കാൽ കീഴിൽ അവൾ വരുന്ന ദിവസത്തിന് വേണ്ടി. അതിനാദ്യമായിട്ട് അറസ്റ്റുകളെ കൊണ്ടൊരു ഉപകാരമുണ്ടായി. കാശ്മീരിൽ അവർ എത്തിയത് മുതൽ നമ്മുടെ ആൾക്കാർ അവിടെ പുറകിലുണ്ടായിരുന്നു.
പക്ഷെ എല്ലാ പ്ലാനിങ്ങും തകർന്നത് ആ ടെററിസ്റ്റുകൾ അവിടെ എത്തിയത് മുതലായിരുന്നു. എന്തായാലും അവൾ എൻ്റെ കയ്യിൽ തന്നെ വന്ന് പെട്ടല്ലോ. പകരം ചിഹ്നിച്ചെതിരെ ഏതോ ചാവർപ്പന്റെ ശരീരം കെട്ടിപ്പറക്കി കൊണ്ടുപോയില്ല അവന്. എൻ്റെ ആജന്മ ശത്രു യാഷ്. എനിക്കിത് മതി, ഇത്രയും മതി. അവൻ തകർന്ന് തരിപ്പണായത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. അവൻ്റെ അട്ടാസം അവിടെ ആകെ മുഴങ്ങി. രോഹിത് കുടിലയോട് അവനെ നോക്കി. നിന്റെ ഉദ്ദേശം ഞാൻ നടത്തില്ല മോഹിത്. അതുകൊണ്ട് തന്നെയാ ഞാനിവിടെ കാവൽ നിൽക്കുന്നത്. അവളൊന്ന് എഴുന്നേൽക്കുന്നത് വരെ മാത്രം നിനക്ക് അവളെ കാണാം. അവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് രോഹിത് നടന്നു. ഇവളൊന്നും കഴിക്കുന്നില്ലേ കിഷ? മോഹിത് ബെഡിനടുത്തുള്ള ചെയറിലിരുന്നു കൊണ്ട് അവൻ്റെ സഹായിയെ നോക്കി ചോദിച്ചു. ഇല്ല സാർ, കുഞ്ഞിനൊന്നും വേണ്ട. എല്ലിൽ എന്ത് കഴിക്കാനാ, ഈ കിടപ്പല്ലേ, ഒന്ന് നിവർന്നിരിക്കാൻ പോലും വയ്യ. അവളെ നോക്കി ഒരു നെടുവീർപ്പോടെ അയാൾ പറഞ്ഞു. കിഷൻ, ഒന്ന് പുറത്തേക്ക് പോ, ഞാനിവളോട് കുറച്ചു നേരം ഒറ്റയ്ക്കൊന്ന് സംസാരിക്കട്ടെ. സാർ അത്... അയാൾ സംശയത്തോടെ അവനെ നോക്കി. കിഷനോട് പോകുമോ എന്നല്ല, പോകാനാണ് പറഞ്ഞത്. അവന്റെ സ്വരം മാറി തുടങ്ങിയതോടെ അയാൾ മനസ്സോടെ അവിടെ നിന്ന് പുറത്തിറങ്ങി. ദൈവമേ, ചെന്നായുടെ അടുത്ത് ആ കൊച്ചിനെ തനിച്ചാക്കി ഞാൻ ഇങ്ങോട്ട് ഇവിടെ നിൽക്കും. രോഹിത് സാർ ഇവിടെ, സാറിനോട് പറയാം. അയാൾ ആകുലതയോടെ രോഹിത്തിന്റെ അടുത്തേക്ക് നടന്നു. എന്നാൽ ആ മുറിയിൽ സ്ഥാപിച്ചിരുന്ന ഹിഡൻ ക്യാമറയിലൂടെ മോഹിത്തിന്റെ ഓരോ നീക്കങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയായിരുന്നു രോഹിത്. കണ്ണുകൾ മുകളിലേക്ക് പായിച്ചു നോക്കി കിടക്കുമായിരുന്നു അവൾ. മോഹിത് പതിയെ ചേർന്ന് നിന്ന് എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് നടന്നു. ബെഡിൽ കൈകൾ കുത്തി അവളെ നോക്കി. ഗുഡ് മോർണിംഗ് മിസ്, സോറി അനിക യാഷ്. അവൻ പുച്ഛത്തോടെ അവളെ നോക്കി വിളിച്ചു. അവൾ കണ്ണുകൾ പായിച്ച് അവനെ നോക്കി. എന്താ പറയാ, ശത്രുക്കളുടെ മുച്ചൂട് മുടിപ്പിക്കുന്ന ദി ഡബിൾ യാഷിന്റെ ധർമ്മപത്നി അനിക്കുട്ടി ദാ ഇവിടെ ഈ മോഹിത് ലാലിന്റെ കാൽ ചുവട്ടിൽ. ഇതാണ് വിധി. ഞാനിന്ന് തൊടാൻ നോക്കിയന് എന്നെ ചവിട്ടിക്കുട്ടിയോളല്ലേ നീ. പക്ഷെ എന്താ പറയാ, ആ നീപ്പതാ ഈ മോഹിത്തിന്റെ കാൽ ചുവട്ടിൽ. ഒന്ന് നിവർന്നു എന്ന് മീശ താകിക്കൊണ്ട് അവൻ പറഞ്ഞു. പക്ഷെ ഈ കിടപ്പിൽ കിടക്കാൻ നിന്നെ ഞാനൊന്നും ചെയ്യില്ല. നീ ഒന്ന് എണീക്കട്ടെ, അത്രയും മതി എനിക്ക്. ഇനി ഒരിക്കലും നിന്നെ അന്വേഷിച്ച് നിന്റെ കണ്ണേട്ടൻ വരില്ല. നീ അങ്ങ് പരലോകത്തെത്തിയെന്ന് പറഞ്ഞ് ചാകാൻ നടക്കുക നിന്റെ കണ്ണേട്ടൻ. അവരുടെ മനസ്സിൽ നീ എപ്പം മരിച്ചു മണ്ണടിഞ്ഞ് കഴിഞ്ഞു. നിന്നെ തിരക്കി ആരും ഇനി വരില്ല. അതുതന്നെയാണ് എനിക്ക് വേണ്ടത്. എൻ്റെ കാൽ ചോട്ടിൽ കിടന്ന് നരകിക്കുന്നീ, ഓരോ ദിവസം നീറി മരിക്കുന്നീ. അവൻ്റെ ഓരോ വാക്കുകൾ കേൾക്കെ അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒലിച്ചിറങ്ങി. സത്യം പറഞ്ഞ നിന്നെ ദ്രോഹിക്കാൻ കഴിയില്ല എനിക്ക്. ആദ്യം കണ്ടതു മുതൽ വല്ലാതങ്ങ് മനസ്സ് കവർന്നെടുത്ത് നിന്നെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ ഈ അവസ്ഥയായി പോയില്ലേ. ആലിപ്പഴം പഴുത്തപ്പോൾ കാക്കക്ക് വായ്പണെന്ന് പറഞ്ഞ പോലെ ആയില്ലേ. അവൻ അത് പറഞ്ഞ് അവളുടെ അടുത്ത് ബെഡിൽ വന്നിരുന്നു. കൈവിരൽ കൊണ്ട് അവളുടെ മുഖത്തേക്ക് പാറി വീണ് കിടന്ന മുടികൾ അവൻ ഒതുക്കി വെച്ചു. ഒന്ന് എതിർക്കാൻ പോലും ആകാതെ അവൾ നിസ്സഹായായി കിടന്നു. ഈ അവസ്ഥയിൽ കിടന്നിട്ട് പോലും നിനക്കൊരു വാട്ടവും ഇല്ലല്ലോടി, വശ്യതയോടെ പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ അതരങ്ങൾ അടുപ്പിച്ചതും അവൾ മുഖം വെട്ടിക്കാൻ നോക്കി. നിസ്സഹായതയോടെ അനു അവനെ നോക്കി. ഒരു വിജയച്ചിരിയോടെ മോഹിത് അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചു. പെട്ടെന്ന് അവന്റെ ചുമലിൽ ഒരു കൈ ശക്തിയോടെ പിടിച്ചു വലിച്ചു. മോഹിത് നെട്ടി നോക്കിയതും വലിഞ്ഞു മുറുകിയ മുഖത്തോടെ അവനെ നോക്കി നിൽക്കുക രോഹിത്താണ്. ഡാ! രോഹിത് അവന്റെ കോളറി പിടിച്ച് അവനെ നേരെ അലറി. വിടാൻ! മോഹിത് അവന്റെ കൈ വിടിയിക്കാൻ നോക്കി. ഡാ പുന്നാര മോനെ, നിന്നോട് ഞാൻ പറഞ്ഞതാ അവളുടെ മേലുള്ള നിന്റെ പരാക്രമം വേണ്ടെന്നും. ഞാനിവിടെ ഉള്ളിടത്തോളം നിനക്കൊന്നും മണ്ണ് വരിടാൻ പോലും അനുവദിക്കില്ല ഞാൻ. അവൾ ആദ്യം ഒന്ന് എഴുന്നേൽക്കട്ടെ. ഈ ചത്ത ശവം പോലെ കിടക്കുന്നോണ്ട് നിനക്ക് എങ്ങനെ തോന്നുന്നു ഇങ്ങനെയൊക്കെ ചെയ്യാൻ? രോഹിത് അവനെ പിടിച്ച് പുറകിലേക്ക് തള്ളി. മോഹിത് അവനെ നോക്കി ദയിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. രോഹിത് അനുവിനെ നോക്കി നിറഞ്ഞു തൂവുന്ന കണ്ണുകളോടെ അവനെ തന്നെ നോക്കി കിടക്കുമായിരുന്നു അവൾ. അവനൊരു പുഞ്ചിരിയോടെ അവളുടെ അടുത്തേക്ക് പോയിരുന്നു. പതി അവളുടെ തലയിൽ തലോടി. പേടിക്കേണ്ട, ഞാനിവിടെ ഉള്ളിടത്തോളം ആരും ഒന്നും ചെയ്യില്ല. ഇനി അധികം നാൾ ഇവിടെ ഇങ്ങനെ കിടക്കേണ്ടി വരില്ല. അവൻ വാത്സല്യത്തോടെ അവളെ നോക്കി പറഞ്ഞു. പുറത്തിറങ്ങിയ രോഹിത് ഫോൺ എടുത്ത് ഒരാളെ വിളിച്ചു. ഹലോ, അവൾ ഇനിയും ഇവിടെ സേഫ് അല്ല. നീ എന്ന് വരും? നിനക്ക് വേണ്ടി ഇത്രയും നാൾ ഞാൻ അവൾക്ക് കാവൽ നിന്നു. വേഗം വാ, അതുവരെ അവളുടെ സേഫ് ആയിരിക്കും. ഫോൺ കട്ടാക്കി രോഹിത് എന്തൊക്കെയോ ആലോചിച്ച് നിന്നു. അനുവിന്റെ മനസ്സ് നിറയെ ഓർമ്മകളിൽ കലങ്ങി മറയുകയായിരുന്നു. എത്ര പെട്ടെന്നാണ് ഞങ്ങളുടെ ജീവിതത്തിൽ കരിനീൽ വീണതെന്ന് അവൾ ഓർത്തുപോയി. മരണത്തിലേക്കോ ജീവിതത്തിലേക്കോ എന്നറിയാതെ നിലം പതിച്ചെടുത്തെന്നും ആരും അറിയാതെ ചിലരൊക്കെ ചേർന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നു. പക്ഷെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയ ആളിനെ നേരിട്ട് കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അയാൾ അവർക്ക് പുറകെ തന്നെ ഉണ്ടായിരുന്നു എന്ന സത്യം അവൾ ഭയപ്പെടുത്തി.
ഒടുവിൽ എഴുന്നേറ്റിനി നടക്കില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയപ്പോൾ അയാളുടെ മുഖം നിറഞ്ഞ വിജയിച്ചിരി കൊലച്ചിരിയായതാണ് തോന്നിയത്. ഒന്ന് സംസാരിക്കാൻ പോലാകാതെ കിടന്നിരുന്ന് തൻ്റെ അരികിൽ പ്രതികാരം തീർക്കാൻ തുനിഞ്ഞ അയാളെ തടഞ്ഞുകൊണ്ട് ദൈവദൂതനെ പോലെയാണ് ആ മനുഷ്യൻ വന്നത്. പക്ഷെ അയാളുടെ ഏട്ടനാണെന്ന് അറിഞ്ഞതു മുതൽ ആ മനുഷ്യനിലേക്കും ആ വെറുപ്പ് പടർന്നു കയറി. പക്ഷെ ഓരോ ദിവസവും തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം തനിക്ക് കാവലിരുന്നത്. ഒരു കൊച്ചു കുഞ്ഞിനെന്നപ്പോൾ കാക്കയ്ക്കും പൂച്ചയ്ക്കും കൊടുക്കാതെ തന്നെ നോക്കുന്ന അയാളോട് അത്ഭുതം തോന്നി. പക്ഷെ ആർക്കോ വേണ്ടിയാണ് അയാൾ തന്നെ സംരക്ഷിക്കുന്നത്? ആർക്ക് വേണ്ടി? ഇനി ഒരു പക്ഷെ കണ്ണേട്ടിന് വേണ്ടിയായിരിക്കുമോ? അല്ല, കണ്ണേട്ടിനെ അറിഞ്ഞിരുന്നെങ്കിൽ എപ്പോഴെന്നെ കൊണ്ടുപോയേനെ. പിന്നെ ആർക്ക് വേണ്ടി? ഒന്ന് സംസാരിക്കാൻ പോലും ആകാത്ത താൻ എങ്ങനെ ചോദിക്കാനാണ് ഇതൊക്കെ? ഒരു നെടുവീർപ്പോടെ അവൾ ആലോചിച്ച് കിടന്നു. എന്താണ്, വലിയ ആലോചനയിലാണല്ലോ, കുളിക്കണ്ടേ? രോഹിത്തിൻ്റെ ശബ്ദമാണ് അവളുടെ ചിന്തകൾക്ക് കടിഞ്ഞാണിട്ടത്. ദാ സിസ്റ്റർ വന്നിട്ടുണ്ട്, കുളിച്ച് സുന്ദരിയായി വന്നട്ടെ, നമ്മളിവിടെ നിന്ന് പോകുന്നു. എല്ലാം പാക്ക് ചെയ്ത് ഇനി തന്നെ കൂടി പാക്ക് ചെയ്യാനുണ്ട്. അവസാനം ഒരു കുസൃതി ചിരിയോടെ അവൻ പറഞ്ഞതും അവൾ കണ്ണ് ചുരുക്കി അവനെ നോക്കി. അവളുടെ തലയിൽ കളിയായൊന്ന് കൊട്ടിക്കൊണ്ട് അവൻ പുറത്തിറങ്ങി. അവളെ കുളിപ്പിക്കുന്നതും ഡ്രസ്സ് മാറ്റിപ്പിക്കുന്നതെല്ലാം അവിടെ സഹായത്തിനായി വരുന്ന ഒരു ഹോം നേഴ്സാണ്. അവർ അവളെ എഴുന്നേൽപ്പിച്ചു. വീൽ ചെയറിലിരുത്തി വാഷ്റൂമിലേക്ക് കൊണ്ടുപോയി കുളിച്ച് ഫ്രഷാക്കി നല്ലൊരു ചീപ്പ് കളർ ഫ്രോക്ക് ഇട്ട് കൊടുത്തു. മുടി ഡ്രൈ ചെയ്ത് വിടർത്തിയിട്ടു. കണ്ണാടിയിൽ തൻ്റെ പ്രതിബിംബം കണ്ടതും അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അന്നത്തെ വീഴ്ചയിൽ അവളുടെ താലിമാല എവിടെയോ നഷ്ടപ്പെട്ടിരുന്നു. ഒഴിഞ്ഞ കഴുത്തിലേക്ക് വേദനയോടെ അവൾ നോക്കി. അവിടെ ഇരുത്തിയിട്ട് അവർ പുറത്തിറങ്ങി. രോഹിത് അവളെ നോക്കി സൂപ്പർ എന്ന് കാണിച്ചു. അവനൊരു നനുത്ത പുഞ്ചിരി നൽകിക്കൊണ്ട് അവളിരുന്നു. പക്ഷെ ഇനി ഇങ്ങോട്ടെന്ന ചിന്ത അവളുടെ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. രോഹിത് അവളെ കോരിയെടുത്ത് കാറിനടുത്തേക്ക് നടന്നു. ഡോർ തുറന്ന് അവളെ കോ ഡ്രൈവർ സീറ്റിൽ കയറ്റി ഇരുത്തി സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുത്തിട്ട് ഡോർ അടച്ചു. തൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കുന്നത് അറിയാതെ അനു അവനൊപ്പം യാത്ര തിരിച്ചു.